വെൽക്കം ബാക്ക്. നല്ല മാങ്ങാക്കറി, തിക്ക് മാങ്ങാക്കറി ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. വെൽക്കം ബാക്ക് ടു റീനാസ് ടേസ്റ്റി റെസിപ്പീസ്. ഇതിന് വേണ്ടത് നല്ല ഫ്രഷായ ചൊനയുള്ള മാങ്ങയാണ്. ഞാനിവിടെ 2 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് കംപ്ലീറ്റ് തൊലി കളയണം. കത്തി ഉപയോഗിച്ചോ പീലർ ഉപയോഗിച്ചോ നമുക്ക് തൊലി കളയാവുന്നതാണ്. അതിനുശേഷം അത് പൂളിയെടുക്കണം. അതിൻ്റെ സീഡ് അണ്ടി ചേർത്ത് പൂളിയെടുക്കണം, അല്ലെങ്കിൽ കഴമ്പ് വേസ്റ്റ് ആകുന്നതാണ്. 2 മാങ്ങ ഇപ്പോൾ തൊലി കളഞ്ഞ് പറ്റാവുന്ന വിധത്തിൽ പൂളിയെടുത്തിട്ടുണ്ട്. ഇനി അത് അരിയണം. ചെറുതായിട്ട് അരിഞ്ഞ് മാങ്ങക്കറിയും വയ്ക്കാം, നീളത്തിൽ അരിഞ്ഞ് മാങ്ങക്കറി വയ്ക്കാം. അത് ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിവിടെ നീളത്തിൽ കട്ടി കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തേക്കുന്നതാണ്. ഇത് അണ്ടി ഉറയ്ക്കാത്തൊരു മാങ്ങയാണ്, അപ്പോൾ അതിൻ്റെ വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് കളയണം. നല്ല ഫ്രഷായ മാങ്ങയാണ്. മാവുമേന്ന് ഇപ്പോൾ പറിച്ചുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് നല്ല ചൊനക്കുത്തും ഉള്ളതുകൊണ്ട് കറിക്കും നല്ല രുചിയായിരിക്കും. അങ്ങനെ ഇപ്പോൾ മാങ്ങ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ കറിയിലേക്ക് ആവശ്യമായ സബോള, ഒരു ചെറിയ സബോള ചെറുതായിട്ട് അരിയുക. അതുപോലെ തന്നെ പച്ചമുളക് 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിയുക. ഇഞ്ചി പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചി അരിയുക. ഞാനിവിടെ പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മുടെ കട്ടിങ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് മാങ്ങ പകർത്തി കഴുകിയെടുക്കുക. കഴുകിയ മാങ്ങയിലേക്ക് സബോള അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചി അരിഞ്ഞത്, കറിവേപ്പില എല്ലാം ഇടുക. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്, കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, സ്വല്പം മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് നന്നായി തിരുമ്മുക. തിരുമ്മി ഒരു അരമണിക്കൂർ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഉപ്പും മുളകും ഒക്കെ നന്നായി പിടിക്കും. ഇനി ഈ കൂട്ടിലേക്ക് ഒരു തേങ്ങ ചിരണ്ടി അതിൻ്റെ 2ാം പാല്, ആവശ്യത്തിന് ഗ്രേവി അനുസരിച്ച് 2ാം പാൽ ഒഴിച്ച് നന്നായി തിളപ്പിക്കുക. ഏകദേശം 5 തൊട്ട് 10 മിനിറ്റ് വരെ വേവിക്കണം. അത് കഴിഞ്ഞ് മാങ്ങ വെന്ത് കഴിഞ്ഞ് എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടി വെന്ത് കഴിഞ്ഞാൽ മാങ്ങ കുക്കാവുന്നതാണ്. ഈ കൂട്ടിലേക്ക് അവസാനമായി കട്ടിപ്പാൽ, 1ാം പാൽ 1 കപ്പ് ഒഴിക്കുക. ഉടനെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക. പിന്നെ അധികം ഇളക്കരുത്, മാങ്ങ ഉടഞ്ഞു പോകും. ഇനിയും കട്ടി കൂടണമെങ്കിൽ കശുവണ്ടി അരച്ചോ അതല്ലെങ്കിൽ ക്രീമോ ഒഴിക്കാവുന്നതാണ്. അതിനുശേഷം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഒരു പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും മുഴുവൻ മുളകും കറി ലീവ്സ് വിട്ട് താളിച്ച് അവസാനമായി സ്വല്പം ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടിയും ചേർക്കാവുന്നതാണ്. എല്ലാം കൂടി അതിൻ്റെ മുകളിൽ ഒഴിച്ച് ഡെക്കറേറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി തയ്യാറായി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ്. പിറ്റേ ദിവസം കഴിക്കാനാണ് ഇത് ഏറ്റവും നല്ലത്. അധികം ഇളക്കാതെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2-3 ദിവസം ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യുവാനും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.